അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടിരിക്കുന്നത്. ലീഗിന്റെ നിലപാടും അഭിപ്രായവും പറഞ്ഞു കഴിഞ്ഞു. ഇനി കോൺഗ്രസ് ആകട്ടെ തീരുമാനം എന്നുള്ളതാണോ നിങ്ങളുടെ മുന്നിലുള്ള കാര്യം? ഇപ്പോൾ VR അനൂപ് പറഞ്ഞ കാര്യത്തോട് അങ്ങേക്ക് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാം, ഞാൻ അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങേക്ക് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാം. ഇതിൽ ലീഗിനെ ഇവിടെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള പ്രതികരണം അനൂപ് നടത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിലെ ഷൂറ അംഗങ്ങൾ നടത്തിയ പ്രതിഷേധമല്ലല്ലോ അപ്പോൾ നമ്മൾ തെരുവിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ തെരുവിലെ പ്രതിഷേധത്തിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നയിച്ചതെന്നുള്ള കാര്യമുണ്ട്. ഇവിടെ MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്ത ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യമുണ്ട്. അതിൽ ലീഗ് എടുത്തൊരു നിലപാടുണ്ട്. അങ്ങേക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം അനാവശ്യമായ വിവാദങ്ങൾ, അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവൃത്തി ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് അവർ പാലിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു UDFകാരനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന സാഹചര്യമാണത്. അവർ 3-4 പേരും നടത്തുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്യൂട്ടി ഒരു UDFകാരനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെക്സ് ബോർഡുകൾ എല്ലാ വിഭാഗം ആളുകളും ആ ഫ്ലെക്സ് ബോർഡുകൾ എടുത്ത് മാറ്റുന്നു. അത്തരം ചർച്ചകൾക്കൊന്നും ഇനി യാതൊരു സ്കോപ്പുമില്ല. തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും എന്ന് പറയുന്നു. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ദിവസങ്ങൾക്കകം വരും. അത് വന്നു കഴിഞ്ഞാൽ ആ തീരുമാനവുമായി അവരെല്ലാവരും സ്വീകരിച്ച്, ആ തീരുമാനത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന ഇൻഡിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോൾ നിരന്നു നിൽക്കുന്ന 4 നേതാക്കന്മാരും മറ്റെല്ലാ നേതാക്കളും, രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും പ്രിയങ്കരനായ KC വേണുഗോപാലായാലും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുനി ജോസഫ്, മറ്റ് നേതാക്കളൊക്കെ എല്ലാവരും ഏറ്റവും അധികം സെക്കുലർ ക്രെഡൻഷ്യൽസ് ഉള്ള ആളുകളാണ്. എല്ലാവരും വിശ്വാസികളുമാണ്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മറ്റവരുടെ എല്ലാ വിശ്വാസങ്ങളും പ്രമാണങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവരാണ്. ഇതിനൊന്നും ആർക്കും തർക്കമില്ല. ആരങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഈ കോൺഗ്രസ് നേതാക്കളെ ഒന്നും ആർക്കും ഇകഴ്ത്താനും കഴിയില്ല. പ്രശ്നം ഒരു നേതൃത്വത്തെ തീരുമാനിക്കുന്ന സമയത്തുണ്ടാകുന്ന അഭിപ്രായ പ്രകടനം, അത് ജനാധിപത്യ മാർഗമാണ്. ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് MLA-മാരെ കേൾക്കുന്നു, സീനിയർ നേതാക്കളെ കേൾക്കുന്നു, ഘടകകക്ഷികളെ വിളിച്ച് സംസാരിക്കുന്നു, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നു. ആ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് എല്ലാവർക്കും അത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ സംവിധാനമാണ്. ഇത് UDFൻ്റെ ഒരു ബ്യൂട്ടിയാണ്. അതിനുശേഷം ഹൈക്കമാൻഡ് പറയുന്നു, അണികളെ നിങ്ങൾ സജ്ജമാക്കുക. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമ്പോൾ അണികളെ സജ്ജമാക്കുക. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം. ആ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം അവരൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകൾ ചേരിതിരിഞ്ഞുകൊണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന ഇൻഡിക്കേഷനാണ് ഇപ്പം നടക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ഒരു തരത്തിലും ഒരു നേതാവിനെയും ഇകഴ്ത്താൻ നമുക്ക് കഴിയില്ല. തെരഞ്ഞെടുപ്പിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു. ഇനി അതിൻ്റെ ബാക്കി എന്താണോ സംഭവിക്കുന്നത് അത് തീരുമാനം വരാതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രിമച്വറാണ്. തീരുമാനം വന്നു കഴിഞ്ഞാൽ ഈ അനൂപായാലും ശരി, മറ്റ് എല്ലാ കോൺഗ്രസ് നേതാക്കളായാലും ശരി, അതിനെല്ലാം അംഗീകരിക്കുകയും ഒരു തരത്തിലുള്ള വിമർശനം നടത്തുകയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതായത് ഒരുമിച്ച് കാണണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തമ്മിലുള്ള തർക്കം, ആ തമ്മിലടിക്കിടയിൽ പ്രഖ്യാപനം സാധ്യമല്ല എന്ന് രാഹുൽ നിർദ്ദേശം നൽകുകയായിരുന്നു. രാഹുൽ ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനങ്ങളാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ഈ പറഞ്ഞ നിരീക്ഷകരും ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങളുണ്ട്. നേതാക്കൾ ഏതായാലും നാട്ടിലേക്ക് മടങ്ങുകയുമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.